ദളപതി വിജയ് നായകനായി എത്തുന്ന എച്ച് വിനോദ് ചിത്രമാണ് ജനനായകൻ. രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായുള്ള അവസാന ചിത്രമായതിനാൽ തന്നെ വമ്പൻ പ്രീ റിലീസ് ബിസിനസ്സാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ കളക്ഷൻ കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ്. സിനിമാ പ്രേമികളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തമിഴ് സൂപ്പർ താരം ദളപതി വിജയ് നായകനായി എത്തുന്ന അവസാന ചിത്രമാണ് ജനനായകൻ. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുള്ള അവസാന ചിത്രമായ ജനനായകൻ 2026 ജനുവരി 9 പൊങ്കൽ റിലീസായാവും തിയേറ്ററുകളിലേക്ക് എത്തുക. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറായി എത്തുന്ന ചിത്രം എച്ച് വിനോദാണ് സംവിധാനം ചെയ്യുന്നത്. മാത്രമല്ല സാങ്കേതിക മികവ് കൊണ്ടും വൻ താരനിര കൊണ്ടും ചിത്രം സമ്പന്നമാണ്. തമിഴ്നാട്ടിലെ പോലെ നിരവധി വിജയ് ആരാധകർ കേരളത്തിലുമുണ്ട്. വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമായതിനാൽ തന്നെ വമ്പൻ പ്രീ റിലീസ് ബിസിനസ്സാണ് ചിത്രം ആഗോള മാർക്കറ്റിൽ നിന്നും നേടിയിരിക്കുന്നത്. അതിനാൽ തന്നെ അതാത് മാർക്കറ്റുകളിൽ വലിയ കളക്ഷൻ നേടിയാൽ മാത്രമേ ചിത്രത്തിന് ഹിറ്റായി മാറാൻ കഴിയൂ. ഇപ്പോഴത്തെ വിശദമായ കണക്കുകൾ പുറത്തുവരികയാണ്. തമിഴ്നാട്ടിൽ 105 കോടി രൂപയ്ക്കാണ് സിനിമയുടെ റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത്. 225 കോടി നേടിയാൽ മാത്രമേ ചിത്രം തമിഴ്നാട്ടിൽ ബ്രേക്ക് ഈവൻ ആകൂ. എന്തായാലും ഒരു വിജയ് ചിത്രത്തിന് തമിഴ്നാട്ടിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയ്ക്കാണ് ജനനായകൻ വിറ്റുപോയിരിക്കുന്നത്. താരത്തിന്റെ അവസാന ചിത്രമായതിനാൽ കളക്ഷനിൽ വലിയ കുതിപ്പുണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിലും റെക്കോർഡ് തുകയ്ക്കാണ് സിനിമയുടെ വിതരണാവകാശം വിറ്റുപോയിരിക്കുന്നത്. 15 കോടി രൂപയ്ക്ക് SSR എന്റർടൈൻമെന്റ്സ് ആണ് സിനിമയുടെ റൈറ്റ്സ് നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ. വിജയുടെ അവസാന ചിത്രമായ ദി ഗോഡ് കേരളത്തിൽ വലിയ പരാജയമായിരുന്നു. ജനനായകന് കേരളത്തിൽ തരംഗമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. തെലുങ്ക് സംസ്ഥാനങ്ങളിലും സിനിമയ്ക്ക് വലിയ വരവേൽപ്പ് ലഭിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ചിത്രത്തിന് കർണാടകയിൽ വിജയിക്കണമെങ്കിൽ 20 കോടിക്ക് മേലെ നേടണം. കർണാടകയിൽ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് തന്നെയാണ് ജനനായകൻ വിതരണം ചെയ്യുന്നത്. വമ്പൻ പ്രീസെയിൽ ഡീലുകളാണ് ചിത്രത്തിന് വിദേശ മാർക്കറ്റുകളിൽ നിന്നും ലഭിച്ചത്. ബ്രേക്ക് ഈവൻ ആകാൻ വിദേശ മാർക്കറ്റുകളിൽ നിന്ന് ചിത്രം ആകെ കളക്ട് ചെയ്യേണ്ടത് 210 കോടിക്ക് മുകളിലാണ്. എല്ലാ മാർക്കറ്റുകളും ചേർത്ത് നോക്കിയാൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ബ്രേക്ക് ഈവൻ ആവാൻ ചിത്രം ആകെ നേടേണ്ടത് 500 കോടിക്ക് മുകളിലാണ്. അതായത് കരിയറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കളക്ഷനാണ് ഈ ചിത്രത്തിലൂടെ വിജയ് നേടേണ്ടത്. അവസാനം പുറത്തിറങ്ങിയ വിജയ് ചിത്രമായ ദി ഗോഡ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 400 കോടിക്ക് മുകളിലായിരുന്നു. അതേസമയം സൺ ടിവിക്ക് ജനനായകന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് 55 കോടി രൂപയ്ക്ക് വിറ്റതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒപ്പം 121 കോടി രൂപയ്ക്ക് ആമസോൺ പ്രൈമിന് OTT റൈറ്റ്സ് ലഭിച്ചതായും സൂചനകളുണ്ട്. കളക്ഷനിൽ വിജയ്ക്ക് 1000 കോടി തികച്ച് സിനിമയിൽ നിന്ന് മാറാൻ ജനനായകനിലൂടെ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമിത തുടങ്ങി വമ്പൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. കലാമൂല്യമുള്ളതും നിലവാരമുള്ളതുമായ സിനിമകൾ നിർമ്മിച്ച വെങ്കട് K നാരായണയാണ് KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജനനായകൻ നിർമ്മിക്കുന്നത്. സത്യൻ സൂര്യൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ആക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് അനിൽ അരശാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.